മുകേഷ് എന്ന കൊല്ലം MLA-യുടെ അറസ്റ്റാണ്. അദ്ദേഹം മുൻകൂർ ജാമ്യമുള്ള ആളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അറസ്റ്റ് റെക്കോർഡ് ചെയ്യപ്പെട്ടതിന് ശേഷം, അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങി. അദ്ദേഹത്തിന് ജാമ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് മുൻകൂർ ജാമ്യത്തിൽ അദ്ദേഹം സ്വാഭാവികമായും അദ്ദേഹം ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഒരു MLA, ഒരു ജനപ്രതിനിധി ബലാത്സംഗ കേസിൽ അറസ്റ്റിലായി എന്നൊരു വലിയ ഗൗരവ സ്വഭാവത്തിലുള്ള വിഷയം മുകേഷിന്റെ കാര്യത്തിൽ ഉണ്ട്. മുകേഷിന്റെ ഹർജികളിൽ മുൻകൂർ ജാമ്യം അദ്ദേഹത്തിന് കോടതി അനുവദിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് റിമാൻഡിൽ കഴിയാതെ ഇരിക്കാം, അതല്ലെങ്കിൽ ജയിലിൽ കഴിയേണ്ട അവസ്ഥ ഒഴിവാക്കാം എന്ന കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ കേസിൽ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന വളരെ സുപ്രധാനമായ ഒരു വിഷയം കൂടിയുണ്ട്. ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് സിദ്ദിഖിന്റെ അറസ്റ്റ് എപ്പോഴാണ് സിദ്ദിഖിന്റെ അറസ്റ്റ് ഉണ്ടാവുക. നേരത്തെ ശ്രീ രാഹുൽ ഈശ്വറൊക്കെ വാദിക്കുന്നത് പോലെ അദ്ദേഹം സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്ത് അതിന്റെ വിധി വരുന്നത് വരെയൊക്കെ അന്വേഷണ സംഘം കാത്തിരിക്കുമോ? ഇല്ല എന്നാണ് SIT-യുടെ ഭാഗത്തു നിന്നുള്ള ഇപ്പോഴുള്ള സൂചനകൾ. ഇപ്പോൾ എസ് അരുൺ ശങ്കർ വിവരങ്ങളുമായിട്ടുണ്ട്. അരുൺ ശങ്കർ ഈ മുകേഷിന്റെ അറസ്റ്റ് ഫോളോ ചെയ്യുന്ന ആളാണ്. അരുൺ, ഇന്ന് മുകേഷ് രാവിലെ ഈ അന്വേഷണ സംഘം മുൻപാകെ ചോദ്യം ചെയ്യലിന് എത്തിയത് തന്നെ പാത്തും പതുങ്ങിയൊക്കെയാണ്. 3 മണിക്കൂർ ചോദ്യം ചെയ്യൽ നീണ്ടു. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ജാമ്യത്തിൽ വിട്ടു. എന്തൊക്കെയാണ് ഇന്ന് മുകേഷുമായി ബന്ധപ്പെട്ട് നടന്നത്? മുകേഷിനെതിരെ 2 ലൈംഗിക പീഡന കേസുകളാണ് കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒന്ന് എറണാകുളത്തും രണ്ടാമത്തെ തൃശ്ശൂരിലുമായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ കേസിലാണ് മുകേഷിൻ്റെ മൊഴി അല്ലെങ്കിൽ മുകേഷിനെ ഇന്ന് അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് രാവിലെ 10:15 കൂടിയാണ് മുകേഷ് അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരായത്. നേരത്തെ പറഞ്ഞ പോലെ പാത്തും പതുങ്ങി തന്നെയാണ് അദ്ദേഹം അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരായത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആദ്യം ഈ പൂങ്കുഴലി അന്വേഷണ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന AIG പൂങ്കുഴലി ഇരിക്കുന്ന കോസ്റ്റൽ പോലീസ് ആസ്ഥാനത്തേക്ക് മുകേഷ് വന്നിരുന്നു. പക്ഷേ അവിടെ നിന്ന് വണ്ടി തിരിച്ച് പോവുകയാണ് ചെയ്തത്. കാരണം മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് അവിടെ നിന്ന് വേഗത്തിൽ തിരികെ പോയത്. രണ്ടാമത് വന്ന് ഈ ഓഫീസിൻ്റെ 100 മീറ്റർ അകലെ ഒരു 5 മിനിറ്റോളം വെയിറ്റ് ചെയ്തു. അപ്പോഴും മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യം കണ്ടതോടുകൂടി വീണ്ടും മുകേഷ് തിരികെ പോയി. പിന്നെ മൂന്നാമതാണ് മുകേഷ് ഓഫീസിലേക്ക് കയറി വന്നത്. നമുക്കറിയാം ഈ ആരോപണം പുറത്തു വന്നതിന് ശേഷം മുകേഷ് മാധ്യമപ്രവർത്തകരിൽ നിന്ന് പൂർണ്ണമായിട്ടും അകലം പാലിച്ചിരുന്നു. മാധ്യമങ്ങളെ നേരിടാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. എന്തായാലും 3 മണിക്കൂറാണ് ഇന്ന് മുകേഷിനെ ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യലിൽ ഈ പരാതിക്കാരിയുടെ മൊഴിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞ് അതിൽ വ്യക്തത വരുത്താനാണ് ശ്രമിച്ചത്. അവസാനം മുകേഷിൻ്റെ അറസ്റ്റും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഈ കേസിൽ മുകേഷിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്താതെ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇത് നോൺ ബെയിലബിൾ, ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചേർത്താണ് മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് മുകേഷിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പക്ഷേ അറസ്റ്റ് ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് ഒരു പരിരക്ഷ സെഷൻസ് കോടതി നൽകിയിരുന്നു. മുൻകൂർ ജാമ്യം അദ്ദേഹത്തിന് നേരത്തെ തന്നെ കോടതി നൽകിയിരുന്നു. അതുകൊണ്ടാണ് മുകേഷിനെ അറസ്റ്റ് ചെയ്തെങ്കിലും ജാമ്യം നൽകി വിട്ടയച്ചിരിക്കുന്നത്. അറസ്റ്റിന് ശേഷം അദ്ദേഹത്തിൻ്റെ വൈദ്യപരിശോധനയും പൂർത്തിയാക്കിക്കൊണ്ടാണ് മുകേഷിനെ വിട്ടയച്ചിരിക്കുന്നത്. ഇനി മുകേഷ് നൽകിയിരിക്കുന്ന മൊഴി അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുമ്പാകെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അന്വേഷണ സംഘം വ്യക്തത വരുത്തും. അതിൽ എന്തെങ്കിലും വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ അത് വീണ്ടും വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ട് മുകേഷിനെ വിളിച്ചു വരുത്താനാണ് സാധ്യത. തീർച്ചയായും നേരത്തെ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. ആ ജാമ്യ ഉത്തരവിൽ മുകേഷിന് അനുകൂലമായ ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് 3 മണിക്കൂറിന് ശേഷം മുകേഷിനെ അറസ്റ്റിലേക്ക് നയിച്ച സാഹചര്യം എന്താണ്? ഈ മുകേഷിനെതിരെ പരാതിക്കാരി ഉന്നയിച്ച പരാതികളിൽ കൊറോബറേറ്റ് ചെയ്യാൻ ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യമായോ? അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദീകരണം നമുക്ക് ലഭ്യമാണോ? ഒപ്പം മുകേഷ് ഈ വൈദ്യപരിശോധന കഴിഞ്ഞ് അദ്ദേഹം പിന്നെ ജാമ്യം ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം പുറത്തേക്ക് പോയി. ആ സമയത്ത് എന്തെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചിരുന്നോ? മുകേഷ് ഇന്ന് കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. നമ്മൾ ഈ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരായതിനു ശേഷം പുറത്തിറങ്ങുമ്പോഴും ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനുശേഷം വൈദ്യപരിശോധന പൂർത്തിയാക്കി ജനറൽ ആശുപത്രി പുറത്തേക്ക് വരുമ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ ഒന്നിനോടും പ്രതികരിക്കാൻ മുകേഷ് തയ്യാറായില്ല. നേരത്തെ മുതൽ തന്നെ അദ്ദേഹം തുടരുന്നൊരു സമീപനമാണ്. ഈ കാര്യത്തിൽ ഒരു ചോദ്യങ്ങളോടും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളത്. എന്തായാലും ഇന്ന് അറസ്റ്റിലേക്ക് നീങ്ങിയത് അറസ്റ്റിനെ കുറിച്ച് നിയമവിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത് മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകളാണ്, ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ്. ആ കേസിൽ മുകേഷിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയേ മതിയാകൂ. പക്ഷേ നേരത്തെ മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് അറസ്റ്റിന് ശേഷവും മുകേഷിനെ വിട്ടയക്കുന്നത് എന്നുള്ളതാണ് നിയമവിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്. ഈ പീഡന കേസുമായിട്ട് ആ കേസുമായിട്ട് തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അതിനപ്പുറത്തേക്ക് ഈ മുകേഷ് ഇക്കാര്യത്തിൽ കുറ്റക്കാരനല്ല എന്നൊരു തരത്തിലല്ല. ഈ മുകേഷ് കുറ്റം ചെയ്തു എന്ന
എന്ന പരാതിക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേസുമായി പോലീസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ മുകേഷിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ നേരത്തെ കോടതി പരിരക്ഷ നൽകിയിട്ടുണ്ട്, ജാമ്യത്തിനുള്ള മുൻകൂർ ജാമ്യം മുകേഷ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അറസ്റ്റിന് ശേഷം മുകേഷിന് ജാമ്യം നൽകി വിട്ടയച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുകേഷിന്റെ കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല നിലപാട് മുൻപേ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ സെഷൻസ് കോടതി മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്യാനോ അതിന് അപ്പീൽ നൽകാനോ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. സംസ്ഥാന പോലീസ് നേതൃത്വവുമായിട്ട് കൂടിയാലോചിച്ചതിന് ശേഷമാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. അത് മുകേഷിനെ സഹായിക്കാനാണോ എന്ന് സംബന്ധിച്ച് വേണമെങ്കിൽ ആരോപണങ്ങൾ ഉയരാം. കാരണം ഹൈക്കോടതിയിൽ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു നിലപാടിലേക്ക് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. സെഷൻസ് കോടതിയുടെ തീർപ്പിൽ തന്നെ അന്വേഷണ സംഘം അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അന്വേഷണ സംഘം ചെയ്തത്. അതുകൊണ്ടാണ് മുകേഷിന് ഇന്ന് ഈ അറസ്റ്റിന് ശേഷവും ജാമ്യം എടുത്ത് പുറത്തിറങ്ങാൻ കഴിഞ്ഞത്. ശരി, എസ് അരുൺ ശങ്കറാണ് മുകേഷിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്.